മരിക്കുമെന്ന് അറിഞ്ഞിരുന്ന ഒരു പക്ഷേ പോയാനായിരിക്കാം, അത് വേറെ കാര്യം. പക്ഷേ അത്ര 3 ദിവസമായിട്ട് കണ്ണ് തുറക്കാതെ കിടന്ന ഒരാൾ കണ്ണ് തുറന്നു എന്ന് പറഞ്ഞിട്ട് പോലും നമ്മൾ ധാരാളം ആൾക്കാർ വണ്ടി മേടിക്കുമ്പോൾ പുത്തൻ വണ്ടിയെ മേടിക്കുള്ളൂ, അത് നാരങ്ങ വെച്ച് ഇറക്കുള്ളൂ. നമ്മൾ ഇറക്കുന്ന നാരങ്ങ വല്ലതും വെച്ചാണോ? ഇല്ല, നമ്മൾ ചുമ്മാ നടക്കുകയാണ്. കാരണം ഏറ്റവും വില കുറഞ്ഞ, നമ്മുടെ നോട്ടത്തിൽ ഏറ്റവും വില കുറവ് നമുക്കാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒരു 2 വീലർ മേടിച്ചിട്ട് എനിക്ക് അത്ഭുതം തോന്നാറുണ്ട്. ഒരു 2 വീലർ വാങ്ങിയ ഒരാൾ അത് പെട്രോൾ അടിക്കുന്ന വീടിനടുത്തുള്ള പമ്പിലെ പെട്രോൾ മോശമാണെങ്കിൽ അവർ 5 കിലോമീറ്റർ ദൂരെ പോയി പോലും പെട്രോൾ അടിക്കാറില്ലേ? 2 വീലറിന് പോലും ഇല്ലേ? അതിന് എന്ത് എഞ്ചിൻ ഓയിലാണ് ഒഴിക്കേണ്ടതെന്ന് നമുക്കറിയാം. അതിൻ്റെ എത്ര കിലോമീറ്ററാണ് സർവീസ് ചെയ്യേണ്ടതെന്ന് അറിയാം. ചില ആൾക്കാർ അയ്യോ നമ്മുടെ കിലോമീറ്റർ കഴിഞ്ഞ് ഇനി എങ്ങോട്ടും പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞ് സർവീസ് ചെയ്യേണ്ട ഡേറ്റ് അതിന് വർഷോപ്പ് വരെ ചെല്ലുമ്പോഴത്തേന് ആ കിലോമീറ്റർ കൂടിപ്പോയി കഴിഞ്ഞാൽ കുഴപ്പമുണ്ടോന്ന് വരെ ഓർത്ത് ടെൻഷൻ അടിക്കുന്ന ആൾക്കാരുണ്ട്. ഇനി വേറെ വല്ല വണ്ടിയിൽ എടുത്തോട്ട് പോയി വേണേൽ അവിടെ കൊണ്ട് സർവീസ് ചെയ്യണം പോലും അതിന് തയ്യാറാകുന്നുണ്ട്. ഇതെല്ലാം ചെയ്യുന്ന ആൾക്കാർ അവരോടൊന്ന് എന്തെങ്കിലും അവർ കഴിക്കുന്ന ഒരു ഫുഡിൻ്റെ ക്വാളിറ്റിയോ അതിന് വേണ്ടി ഒരു ശകലം പൈസ മുടക്കുന്നതിൻ്റെ കാര്യം പറഞ്ഞാൽ ഒന്നും ആവശ്യമില്ല. അതൊക്കെ ചുമ്മാ ഒത്തിരി എക്സ്പെൻസീവ് അല്ലേ, ഒത്തിരി വില കൂടുതൽ അല്ലെ? ആ സമയത്ത് മാത്രമാണ് ആൾക്കാർ വിലയെക്കുറിച്ച് ഇത്രമാത്രം ബോധരക്ഷയാണ്. ഇതൊന്നും നമ്മളെതിരല്ല. പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം വരുമ്പോഴത്തേനും പിശുക്കും, അല്ലാത്ത സാധനമൊക്കെ ലാവിഷായിട്ട്. അതായത് എവിടെയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, എവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് ഏറ്റവും സെൻസിബിൾ ആയിട്ടുള്ള കാര്യം. നമ്മുടെ ലൈഫിൻ്റെ നമ്മളൊരു പ്രൊഡക്റ്റീവായിട്ടുള്ള ഒരു വർഷം 10 വർഷമോടെ കൂട്ടാൻ പറ്റിയാൽ എന്തുമാത്രം. നിങ്ങളെല്ലാം എക്സാമ്പിൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ.